ഹായ് വെൽക്കം ബാക്ക് ടു സരോജിനി അമ്മ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വിയറ്റ്നാമിലാണ്. ഞങ്ങളിപ്പോൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ കോഫിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? മിൽക്ക് കോഫിയാണ് കുടിക്കുക. നമ്മൾ സാധാരണ ഒരു ഗ്ലാസ്സിൽ അങ്ങനെയല്ലേ, ഒരു ഗ്ലാസ് ഫുള്ളുണ്ടാവും കോഫി. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരു കപ്പ് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇത് ഫുള്ളും ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത് ഫുള്ളില്ല. അതായത് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കോഫി. ഒരു ഗ്ലാസ് കോഫി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്നും കഴിക്കണമെന്നില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ 7-Eleven എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മളുടെ അവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു കടയാണ് ഇവിടെയും ഉള്ളത്. 7-Eleven എല്ലായിടത്തും ചീപ്പ് റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ അവിടെ വീഡിയോസ് എടുക്കാനായിട്ട് അലൗഡ് അല്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇന്നലെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. വേറെ ഒന്നുമല്ല, ബ്രെഡിൽ ന്യൂട്രലിൽ തേച്ച് അതിലിച്ചിരി പഴമൊക്കെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അത് മടക്കി, അതാണ് ഞങ്ങൾ കഴിച്ചത്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സത്യം പറയാമല്ലോ, വിയറ്റ്നാമിലും പട്ടായയിലും ബാങ്കോക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വിശപ്പ് പതിയെ അങ്ങോട്ട് ഇല്ലാതായി. കാരണം ഭക്ഷണം ഈ രീതിയിലല്ലേ. നമ്മളുടെ അവിടത്തേനേലും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ്, ഡിഫറെൻറ്റ് ഫുഡുകളാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കഴിക്കാനായിട്ട് സുഖമാണ്. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്കൊന്നും അങ്ങനത്തെ ഫുഡുകളൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോസേജില്ലേ, അത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയത്, ചീസ് പോലത്തെ ഒരു സോസേജിൻ്റെ ഒരു സാധനം, പിന്നെ ഈ പോർക്കിൻ്റെ നെയ്യ് എണ്ണയിലിട്ട് വറുത്തത്, അത് ഈ പഴം വറുത്തതില്ല അതുപോലെ ഇരിക്കും. അങ്ങനത്തെ സാധനം അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയില്ലല്ലോ. വിശപ്പ് എങ്ങനെയെങ്കിലും അടക്കണ്ടേ. അത് കാരണം അത് കഴിച്ച് അങ്ങനെ വിശപ്പ് മാറ്റി. അപ്പം എനിക്ക് പറ്റിയില്ല കേട്ടോ, മക്കൾക്കും ഏട്ടനും ഒക്കെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യം ഞാനല്ലേ പറയേണ്ടത്. അതവർ എന്തൊക്കെ അവിടെ ഇത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ചിരിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പം ഞങ്ങളപ്പോൾ വേറെ ഇവിടെ വിയറ്റ്നാമിൽ എന്താ കാണാൻ പറ്റണേന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ പോണേണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീഡിയോ എടുത്തിട്ട് വരാം കേട്ടോ. ബൈ.